ലോട്ടറി അടിച്ച കോടിപതികളായ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ലോട്ടറി അടിക്കാതെ മണ്ണിൽ പണിയെടുത്ത് ഒരു കർഷകൻ 1 കോടിയിലേറെ രൂപ സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? അതെ, അങ്ങനെ ഒരു കർഷകനുണ്ട്. നമുക്ക് പരിചയപ്പെടുത്താം. പാലക്കാട് പനങ്ങാട്ടിരി സ്വദേശി ശിവദാസനാണ് തൻ്റെ 18 ഏക്കർ ഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്ത് 1 കോടിയിലേറെ രൂപ സമ്പാദിച്ചിരിക്കുന്നത്. കാണാം ആ കർഷകന്റെ വിശേഷങ്ങൾ. പച്ചക്കറി കൃഷിയിലൂടെ 1 കോടി രൂപ സമ്പാദിക്കുക കേൾക്കുമ്പോൾ കൗതുകം തോന്നാം. എന്നാൽ അത്തരത്തിൽ കൃഷി ചെയ്ത ഒരു കർഷകന്റെ തോട്ടത്തിലാണ് ഞാനീ നിൽക്കുന്നത്. പാലക്കാട് പനങ്ങാട്ടിരിയിലെ ശിവദാസൻ എന്ന കർഷകന്റെ തോട്ടത്തിൽ. തൻ്റെ 18 ഏക്കർ കൃഷിയിടത്ത് പാവലും പടവലവും കുമ്പളവും മത്തനും ഉൾപ്പെടെ കൃഷി ചെയ്താണ് ശിവദാസൻ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. നമ്മൾ 18 ഏക്കറിലാണ് നമ്മൾ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. 18 ഏക്കറിൽ നമ്മൾ പാവലാണ് നമ്മുടെ മേജർ ക്രോപ്പായിട്ട് നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. അത് വിട്ടാൽ പടവലം, പയർ, ഈ 3 പന്തൽ വിളകളെയാണ് നമ്മൾ ആസ്പദമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ കുമ്പളം, മത്തൻ, വെള്ളരി, പീച്ചൽ, ചെറുക്ക, അങ്ങനെയുള്ള നാമമാത്രം ചെറിയ രീതിയിൽ നമുക്കത് കൂടുതലായിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പന്തൽ വിളകളെയാണ്, ഈ 3 വെറൈറ്റികളാണ്. ഇത് കേരള വിപണിക്കും ഇതാണ് ഈ 3 വിളയാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ആഗ്രഹിക്കുന്നതും. പാവലിനെയാണ്, അത് വിട്ടാൽ പയറാണ്, അത് വിട്ടാൽ പിന്നെ നമുക്ക് പടവലം. അങ്ങനെ ഈ 3 പച്ചക്കറി ഇനങ്ങളാണ് കൂടുതലായിട്ട് മലയാളികളും ആഗ്രഹിക്കുന്നത്. അതാണ് കർഷകർ കൂടുതൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് തീർച്ചയായും ഒരു ലക്ഷ്യപര്യാപ്തിയിൽ എത്താൻ വേണ്ടി VAPCKയും ആളുകളും തന്നെ 96-ലാണ് ഈ സംരംഭം ആരംഭിച്ചത്. ഇതിൻ്റെ ലക്ഷ്യം തന്നെ വിത്ത് മുതൽ വിപണി വരെ എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ VAPCKയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തന്നെ എടുത്തിരിക്കുന്നത്. നമ്മളൊരു കേരള സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനം. പച്ചക്കറി ടൺ കണക്കിന് പച്ചക്കറി നമുക്ക് ദൈനംദിനം കർണാടകയും തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്നുണ്ട്. അതിന് മറികടന്ന് പരമാവധി നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി ഗവൺമെൻറ് തീർച്ചയായും ഇങ്ങനെയുള്ള കൃഷിക്കാരെ കണ്ടുപിടിച്ച് കൃഷി പ്രോത്സാഹനം കൊടുത്ത് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൃഷി നഷ്ടമായി എന്നും ഭൂമി തരിശിട്ടു എന്നും പറയുന്നവർക്കിടയിൽ പുത്തൻ പ്രതീക്ഷയാണ് ശിവദാസൻ എന്ന കർഷകൻ. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.